Hello everyone, welcome back to our channel Shuttu and Mama. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും നല്ല സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ വലിയ കുഴപ്പമൊന്നുമില്ല, തരക്കേടില്ല, അങ്ങനെ തട്ടിമുട്ടി പോകുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കുറച്ചൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നമ്മൾ കുറേ നാളായില്ല ഇങ്ങനെ ഇരുന്ന് കുറച്ചിങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു വന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഇന്ന് എന്താ വീഡിയോന് സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ, ഞാൻ മുന്നേ പോസ്റ്റ്മോർട്ടം വെയിറ്റ് ലോസിന്റെ ടിപ്സ് ഒക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി ജേർണിന്റെ വീഡിയോ പെട്ടെന്ന് തന്നെ ചെയ്യണം എന്നുള്ളത്. പക്ഷെ ഇപ്പം കുറച്ച് നാളായി ആക്ച്വലി ആ വീഡിയോ ഞാൻ ചെയ്തിട്ട്. എന്താ പറയാ, ഇരുന്ന് ഇങ്ങനെ കംപ്ലീറ്റ് ഒരു ഫ്ലഡ്ജ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ്. അപ്പോൾ ഇന്ന് ആ ഒരു ഇതൊക്കെ മാറ്റി നമ്മൾ ഇന്ന് പ്രഗ്നൻസി ജേർണിന്റെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ആദ്യം തന്നെ ഞാൻ പറയുന്ന ഡിസ്ക്ലൈമർ എന്ന് പറയുന്നത്, ഇത് ഫുള്ളായിട്ട് എൻ്റെ മാത്രം പേഴ്സണൽ ആയിട്ടുള്ള കാര്യം, എൻ്റെ ഒരു അനുഭവം, എൻ്റെ ഒരു ഞാൻ ഗോ ത്രൂ ചെയ്ത കാര്യങ്ങൾ, അതൊക്കെ തന്നെ മാത്രമേ പറയുന്നുള്ളൂ. വേറെ പുറത്തുനിന്ന് ആരുടെയും ഞാൻ ഇതിൽ ഇൻടേക്ക് ചെയ്യുന്നില്ല. എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നുമില്ല. അപ്പം ഇത് കേൾക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. കാരണം നമുക്കറിയാലോ, എല്ലാ പ്രഗ്നൻസിയും ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഭയങ്കര ഡിഫറെൻ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാനേ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരുടെയും ശരീരപ്രകൃതവും അവരുടെ മൂഡും എല്ലാം വ്യത്യാസമാണ്. അതിനനുസരിച്ച് നമ്മുടെ പ്രഗ്നൻസിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പേഴ്സണൽ ഒരു അനുഭവത്തിൽ നിന്ന് മാത്രം പറയുന്നതാണ്. എൻ്റെ എല്ലാ കാര്യങ്ങളും, പിന്നെ എൻ്റെ അടുത്ത് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ, അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് പറയാൻ പോകുന്നത്. അപ്പം ഞാൻ മറന്നു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ ഞാൻ എഴുതി വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ മാത്രം പേഴ്സണൽ ചോയ്സിലുള്ള കാര്യങ്ങളാണ്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരുടെയും പ്രഗ്നൻസിയും ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും. എങ്ങനെയാണെങ്കിലും നമുക്കത് കഴിയുമ്പം ആണ് മനസ്സിലാവുക പ്രഗ്നൻസി ഈസ് എ ബ്യൂട്ടിഫുൾ ജേർണി. നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്താ പറയുക, കോംപ്ലിക്കേഷൻസ് ആണെങ്കിലും, പക്ഷെ ആ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതിന് നമുക്കൊരു ഡിഫൈൻ ചെയ്ത് ഇന്നതുപോലെ എന്ന് പറയാൻ പറ്റാത്തൊരു ഫീലിങ്സ് ആയിരിക്കും നമുക്ക്. അതുപോലെ തന്നെയാണ് ആഫ്റ്റർ ഡെലിവറി ഒരു മദർഹുഡ് എന്ന് പറയുന്നതും. പക്ഷെ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവരുടെ നിന്ന് കിട്ടുന്ന കെയറും കാര്യവും അതൊക്കെ ആ സമയത്ത് മാത്രമേ ഉണ്ടാവും കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് കോൺസെൻട്രേഷനും കുട്ടിയായിരിക്കും. അപ്പം നമുക്ക് ആ ഒരു കോൺസെൻട്രേഷനും കാര്യങ്ങളും ഒക്കെ കിട്ടുന്ന ഒരു ടൈമാണ്. അപ്പോൾ എന്തായാലും ഞാൻ അധികം വലിച്ചു നിർത്തുന്നില്ല, നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് കടക്കാം. ഞാൻ ഇത് പറയുമ്പം ഫുൾ ഓഫ് ഒരു സ്റ്റോറി, ഇതിപ്പോൾ എത്ര ടൈം എടുക്കുമെന്ന് എനിക്കറിയില്ല. ലെങ്തി വീഡിയോ ആണെങ്കിൽ ഞാൻ പാർട്ടായിട്ടിടും, പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത്രയൊന്നുമില്ല, എല്ലാവരുടെയും പ്രഗ്നൻസിയിലുള്ള സംഭവങ്ങളൊക്കെ തന്നെയാണ്. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ വേ ഓഫ് ഒരു അനുഭവം, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ആദ്യം ഇതിപ്പോൾ ഞാൻ ജേർണീനെ പറ്റി പറയുമ്പോൾ ഇത് ഞാൻ 2019 തൊട്ട് പറയാണ്. കാരണം 2019 എൻ്റെ മാരേജ് കഴിഞ്ഞത്. നമ്മളെ മാരേജ് കഴിഞ്ഞത് ആ സമയത്താണ്. 2019 ജനുവരി 30 നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം അത് മുതൽ ഞാൻ പറഞ്ഞു തുടങ്ങാം എന്തായാലും. അങ്ങനെ ഇപ്പം കല്യാണം കഴിഞ്ഞ് ഒരു വർഷം വി ആർ വെരി ഷുവർ ദാറ്റ് നമുക്ക് കുട്ടികളൊന്നും വേണ്ട, അപ്പോൾ എന്തായാലും നമ്മൾ നോക്കുന്നില്ല എന്നുള്ള കാര്യം. പിന്നെ കല്യാണം കഴിഞ്ഞ് അപ്പം തന്നെ ഞാൻ അബ്രോഡ് പോയിട്ടുണ്ടായിരുന്നില്ല. പുള്ളിക്കാരൻ ഒരു 15 days കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെയാണ് ഞാൻ പോകുന്നത്. അപ്പം നമ്മൾ ഒരു ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് വേറെ ഒരാളും കൂടി വരുമ്പം അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു രണ്ടാൾക്കും. അതുകൊണ്ട് ആദ്യത്തെ ഒരു വർഷം നമ്മൾ തന്നെ മതി, പിന്നെ അങ്ങനെ വേറൊരു ഇത് വേണ്ട എന്നുള്ള ഒരു കൺസെപ്റ്റിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞൊരു 1 month ഒക്കെ കഴിഞ്ഞപ്പോഴാണ് ഞാനും പോകുന്നത്. 1 month ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. ജനുവരി ഫെബ്രുവരി 1 month കഴിഞ്ഞിട്ടുണ്ടാവും. എനിക്ക് തോന്നുന്നു ഞാനൊരു ഏപ്രിലോ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നമ്മുടേതായ ഒരു ലൈഫും കാര്യങ്ങളും ഒക്കെ മുന്നോട്ട് പോയി. പിന്നെ നമുക്ക് ഒരു വർഷം കഴിഞ്ഞു. ഒരു വർഷം കഴിഞ്ഞപ്പോഴും നമ്മൾ ഇങ്ങനെ തന്നെ വേണം അങ്ങനെയുള്ള ഇതായിരുന്നില്ല. പക്ഷെ നമ്മൾ കൊറോണയുടെ ടൈമിൽ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യുന്നില്ല,
ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് നമ്മൾ ഫുൾ ചെക്കപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആർക്കും പ്രശ്നമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഉണ്ട്. പക്ഷെ അത് പ്രഗ്നന്റ് ആവുന്നതിന് വലിയ പ്രശ്നമൊന്നും അല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഓക്കെ, അതും കുഴപ്പമൊന്നുമില്ല. സ്പെർം അനാലിസിസും പ്രശ്നമൊന്നുമില്ല. എനിക്കും യൂട്രസ് ആയിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഓവുലേഷൻ വാസ് റെഗുലർ, ഓവം എല്ലാം ഹെൽത്തി ആൻഡ് ഓക്കെയാണ്. അപ്പോൾ പിന്നെ ഓക്കെ ഫൈൻ. നമ്മൾ അതിൻ്റെ മേലെ പിന്നെ കൂടുതൽ സ്ട്രെസ് ഔട്ടായിട്ട് ട്രീറ്റ്മെൻറ്റോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നാട്ടിലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പിന്നെ നമ്മൾ അതങ്ങ് വിട്ടു. ആവുന്നുണ്ടെങ്കിൽ ആവട്ടെ എന്നുള്ള രീതിയിൽ 1 year കഴിഞ്ഞപ്പോൾ നമ്മളത് എന്താ പറയുക, പ്രഗ്നന്റ് ആയാലും കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല എന്നുള്ളൊരു രീതിയിൽ. അപ്പം ഞാൻ പറഞ്ഞില്ല, ആ സമയം നമ്മൾ കൊറോണയുടെ ടൈമിൽ നാട്ടിൽ വന്ന് നമ്മൾ ഫുൾ ചെക്കപ്പ് നടത്തി. അപ്പോൾ കുഴപ്പമൊന്നുമില്ല എന്ന് അറിഞ്ഞപ്പം ഓക്കെ ഫൈൻ. പിന്നെ നമ്മൾ കൊറോണയുടെ ടൈം കുറച്ച് കൂടി വരാൻ തുടങ്ങി. മീൻസ് കൊറോണ ഭയങ്കര വേഴ്സ്റ്റ് ആയിട്ട് നടക്കുന്ന ഒരു സമയമായപ്പോൾ നമ്മൾ ആ ഒരു പ്ലാന് പിന്നെയും ബാക്കപ്പ് ചെയ്തു. മീൻസ് ഇപ്പം വേണ്ട, എന്താ പറയുക, ഒരു കൊറോണ ബേബി വേണ്ട എന്നുള്ളൊരു കൺസെപ്റ്റിൽ നമ്മൾ പോയി. അതും ഇപ്പം വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെയും നമുക്ക് പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞതുകൊണ്ട് അങ്ങനെ പേടി എന്ന് പറയാനുള്ള സംഭവമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കൊറോണയൊക്കെ കഴിഞ്ഞ് നമ്മൾ പിന്നെയും ഇരിക്കുന്ന സമയത്ത് എന്താ പറയുക, അപ്പോഴും നമുക്ക് പേടിയൊന്നുമില്ല. ഇത് എന്താ പറയുക, എന്താണ് സംഭവിക്കാത്തത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. കാരണം നമ്മൾ എന്താ പറയുക, പ്രിക്കോഷൻസ് എടുക്കും, അങ്ങനത്തെ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. എല്ലാം റെഗുലർ ആണ്, ഓക്കെ ആണെന്നൊക്കെ ഡോക്ടർ പറഞ്ഞതുമാണ്. പിന്നെ എന്താണ് ഇത് സംഭവിക്കാത്തതെന്ന് നമ്മളിങ്ങനെ ചിന്തിക്കുമായിരുന്നു. അങ്ങനെ ചിന്തിച്ചിരിക്കുകയായിരുന്നു. പിന്നെ അത് അങ്ങ് വിട്ടു. എന്തായാലും കുഴപ്പമൊന്നുമില്ലല്ലോ, ആവുമ്പോൾ ആവട്ടെ എന്നുള്ള രീതിയിൽ അതങ്ങ് വിട്ടു. നമ്മൾ നമ്മളുടേതായ ഒരു ലൈഫിൽ ഇങ്ങനെ പോകുന്ന ടൈമായിരുന്നു. ഇൻ 2023 ചുട്ടു ജനിക്കുന്നത്. 23 അല്ലേ? 23 May 20 ആണ് അവളുടെ ബർത്ത്ഡേ. അപ്പോൾ 2022 നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ ചേച്ചി, ഏട്ടൻ, ഞാൻ, ഹസ്ബൻഡ് എല്ലാവരും അവിടെ തന്നെയായിരുന്നു. അപ്പോൾ നമ്മൾ വീക്കെൻഡ്സിൽ ഞാൻ മോസ്റ്റ്ലി ചേച്ചീൻ്റെ കൂടെ ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്താ പറയുക, പബ്ബിൽ പോവും, പാർട്ടി ചെയ്യും, അങ്ങനത്തെ ഒരു സെറ്റപ്പായിരുന്നു. അങ്ങനെ നമ്മൾ പോകുന്ന സമയത്ത് ഞാനിപ്പം പറയാം, ഒട്ടും എക്സ്പെക്റ്റഡ് അല്ലാണ്ട് വന്ന ഒരാളാണ് ചുട്ടു. ഒട്ടും പ്ലാൻഡ് ആയിരുന്നില്ല, നമ്മൾ ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നില്ല. ഒട്ടും എന്ന് വെച്ചാൽ ഒട്ടും. കാരണം നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സമയത്ത് അത് സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളത് ഒട്ടും വിചാരിക്കില്ലല്ലോ, മൈൻഡിൽ പോലും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് അങ്ങനെ പീരീഡ്സ് നീണ്ടു കളിക്കുന്ന ഒരാളല്ല. എനിക്ക് തൈറോയിഡ് ഇഷ്യൂ ഉണ്ടെങ്കിലും എനിക്ക് അത് ഇതുവരെ അങ്ങനെ പീരിയഡ്സിനെ ബാധിക്കുകയോ അങ്ങനത്തെ ഒരു സംഭവം, വെയിറ്റ് ഗെയിൻ്റെ സംഭവം, അങ്ങനത്തെ ഒന്നും എനിക്കൊരു ടെറിബിളായിട്ട്, ഞാൻ ഡെയിലി ഇൻടേക്ക് ആയിട്ട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും പക്ഷേ എനിക്കത് എൻ്റെ ബോഡീനെ അത് ബാഡായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംഭവം ഓക്കെ അവിടെ ഉണ്ട്, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അതെനിക്ക് പീരിയഡ്സിനെ ബാധിക്കുകയോ ഓവുലേഷൻ റെഗുലർ അല്ലാണ്ടിരിക്കുകയോ അങ്ങനത്തെ സംഭവം ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇത് നമ്മളത് വിട്ട കേസാണല്ലോ, ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ ഇത് ആവും എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നുമില്ല. അങ്ങനെ ഒരു ദിവസം നമ്മൾ ഇതുപോലെ നമ്മുടെ വീക്കെൻഡും സംഭവങ്ങളൊക്കെ കഴിഞ്ഞ്, ഇതാണ് നമ്മുടെ എന്താ പറയുക, ഒരു കല്യാണം കഴിഞ്ഞിട്ടുള്ള ഒരു 4 years ജേർണി എന്ന് പറയുന്നത്. 4 years ആയപ്പോഴാണ് ഷൂട്ട് വരുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് എത്രമാത്രം കണക്റ്റ് ആവുന്നുണ്ട്, മനസ്സിലാവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഞാൻ പറയുന്ന ആ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നതാണ്. എന്തെങ്കിലും മനസ്സിലാക്കാത്തുണ്ടെങ്കിൽ സോറി. എനിക്ക് ഇങ്ങനെ പറഞ്ഞു പോകാനേ അറിയുള്ളൂ. ഞാൻ കുറേ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ആ ഒരു ഇതിലൊന്നും അല്ല ഞാൻ പറയുന്നതെന്ന് തോന്നുന്നു. ബട്ട് ഇറ്റ്സ് ഓക്കെ. അങ്ങനെ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിരുന്നില്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ അങ്ങനെ ഏച്ചിൻ്റെ അടുത്തായിരുന്നു ഉണ്ടായിരുന്നത്. വീക്കെൻഡ് സമയത്ത് നമ്മൾ ലാസ്റ്റ് ഒരു സെൻഡ് ഓഫ് മാതിരി നമ്മൾ പബ്ബിലൊക്കെ പോയി നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിച്ചു വന്നു. ആൻഡ് ദെൻ പിറ്റേ ദിവസം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ കൂട്ടത്തിൽ മോശമില്ലാത്ത രീതിയിൽ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അന്ന് എനിക്ക് പതിവില്ലാണ്ട് എന്താണെന്നറിയില്ല, ഭയങ്കര വൊമിറ്റിങ് പിറ്റേ ദിവസം രാവിലെ. ഞാനിത് എൻ്റെ സ്റ്റോറി ഞാൻ ഓപ്പൺ അപ്പ് ആക്കിയിട്ട് പറയുന്നത് കേട്ടോ, അതാവുമ്പോൾ ഇതും കൂടെ ഉൾക്കൊണ്ട് പറയണം. ഇത് കട്ട് ചെയ്താൽ അതിൻ്റെ സംഭവം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് അടക്കം പറയുന്നത്. അല്ലാണ്ട് ഇത് പറയാണ്ട് നമുക്ക് ബാക്കി പറയാൻ പറ്റില്ല.
അങ്ങനെ ഞാൻ ഭയങ്കരമായിട്ട് വൊമിറ്റ് ചെയ്തു. എന്താ അറിയില്ല, എന്താ ഫുള്ളി ഡ്രെയിൻ ഔട്ടായി, എനിക്ക് തല കറങ്ങാൻ തുടങ്ങി. അപ്പം ഞാനിങ്ങനെ ഏച്ചിയും എന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണ്ടീഷനിൽ കാണുന്നത്. അപ്പം എന്താ പറ്റിയെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ പറയാണ്. എന്നാലും എനിക്ക് എന്താണ് പറ്റിയത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറഞ്ഞു. പക്ഷെ നമുക്ക് അപ്പോൾ ഒന്നും അറിയില്ലല്ലോ, മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് ആവാറാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്താ സംഭവം ഒന്നും അറിയില്ല. സോ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി എന്ന് വെച്ചാൽ എന്താ പറയുക, എണീക്കുമ്പം തല കറങ്ങുന്ന ഒരവസ്ഥയിലായി. അവസാനം ഞാനവിടെ കിടന്നു. ലാസ്റ്റ് ഏച്ചി എനിക്ക് കുറച്ച് ചോറും മീൻകറിയൊക്കെ വെച്ച് എന്നെ റൂമിലേക്ക് പറഞ്ഞു വിടായിരുന്നു. പോയിട്ട് അവനിപ്പോൾ ഒന്നും ഉണ്ടാക്കാനും പറ്റില്ലല്ലോ. അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു. എനിക്ക് ലാസ്റ്റ് എൻ്റെ പീരിയഡ്സിൻ്റെ ഡേറ്റ് വരുന്നത് 30 ആയിരുന്നു. അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് ഓഗസ്റ്റിൽ 30-30 എനിക്ക് പീരിയഡ്സ് ആയി. ഓക്കെ, സെപ്റ്റംബർ കഴിഞ്ഞു. സെപ്റ്റംബറിൽ എനിക്ക് പീരിയഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം പക്ഷെ ഇതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുന്നില്ല, കാരണം ഇത്ര നാളൊന്നും നമുക്ക് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഓക്കെ, ഞാൻ വിചാരിച്ചു അതൊന്നും ആവാൻ വഴിയില്ല. ഇനിയിപ്പോൾ ഞാൻ എന്താ വിചാരിച്ചറിയോ, എനിക്ക് PCOD വന്നു, അല്ലെങ്കിൽ എനിക്ക് വേറെ എന്തെങ്കിലും യൂട്രസ് ആയിട്ട് കംപ്ലൈൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും അസുഖം എനിക്ക് വന്നു, അതുകൊണ്ടാണ് എൻ്റെ പീരിയഡ്സ് ലേറ്റ് ആവുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ സമയത്ത് ഞാൻ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളായിരുന്നു. ഞാൻ ഡെയിലി ഞാനൊരു 5 മണിയൊക്കെ ആകുമ്പം ഞാൻ നടക്കാൻ പോകുമായിരുന്നു. ഒരു 6:30 വരെയൊക്കെ ഞാൻ എങ്ങനെയായാലും നടക്കും. 7 കിലോമീറ്ററോളം ഞാൻ ദിവസവും നടക്കുന്ന ഒരാളായിരുന്നു ഞാൻ. അങ്ങനെ എല്ലാ ദിവസവും നടക്കുന്നുണ്ട്, എല്ലാ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് ഫസ്റ്റ് വന്നൊരു സിംറ്റം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്, നമ്മുടെ പീരിയഡ് ക്രാംസ്. പീരിയഡ്സ് ആവുന്ന എല്ലാ ലക്ഷണങ്ങളും എനിക്കുണ്ടായിരുന്നു. എനിക്ക് നല്ല ചെസ്റ്റ് പെയിൻ വരാറുണ്ട്, നല്ല അടിവയറ്റിൽ നല്ല സൂചി കുത്തുന്ന പോലെ വേദന വരാറുണ്ട്. ഇതെല്ലാം എനിക്ക് റെഗുലറായിട്ട് പീരിയഡ്സ് ഉള്ളപ്പോൾ എനിക്ക് വരുന്ന സംഭവങ്ങളാണ്. അപ്പോൾ എനിക്ക് ഓരോ ദിവസം ഇങ്ങനെ ഇടവിട്ട് ഇങ്ങനെ വേദന കൂടുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കും എനിക്ക് പീരിയഡ്സ് ആയി എന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ ഇരിക്കും. പക്ഷെ പീരിയഡ്സ് ആയില്ല. അങ്ങനെ ഒരു 1 വീക്ക് എന്ന് പറയാൻ പറ്റും, ഒരു 3-5 ദിവസം കഴിഞ്ഞു. അഞ്ചാമത്തെ ദിവസമാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നത്. കാരണം ഞാൻ വളരെ റെഗുലർ പീരിയഡ്സ് ഉള്ള ഒരാളാണ്. അപ്പം എന്തുകൊണ്ട് ഇതിങ്ങനെ മാറി എന്നുള്ളൊരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഇതല്ല എന്നാണെങ്കിൽ നമുക്ക് അതിന് പ്രോപ്പർ മെഡിക്കേഷൻ ചെയ്യണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാനൊരു സംഭവം വാങ്ങി ടെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അതും എന്താ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പീരിയഡ് ക്രാംസ് ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും ഇതായിരിക്കില്ല, എനിക്ക് എന്തായാലും പീരിയഡ്സ് ആവും, എനിക്ക് ഒന്നാമതല്ലേ വേറെ എന്തോ ഇഷ്യൂ ആണ്, ഞാൻ PCOD ആണെന്ന് ഞാൻ കൺഫേം ചെയ്തു. 100% ഞാൻ കൺഫേം ആണ്. ഞാൻ കുട്ടപ്പൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു എനിക്ക് PCOD ആണ്, വേറെ ഒന്നുമല്ല, എനിക്ക് പേടിയുണ്ട്, എനിക്ക് PCOD തന്നെയാണ്, ഇനിയിപ്പോൾ എന്താ ചെയ്യുക നമ്മൾ ഇതൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു ഡൗട്ട് മാറ്റി നമുക്ക് അതല്ലെങ്കിൽ നമുക്ക് കൺസൾട്ടേഷൻ ചെയ്യണമല്ലോ ഡോക്ടർ. അതിന് വേണ്ടിയാണ് നമ്മളൊരു ടെസ്റ്റ് എടുത്ത് നോക്കാന്നുള്ള ഒരു ഡിസിഷനിൽ എത്തുന്നത്. അപ്പോൾ എനിക്ക് സെപ്റ്റംബറിൽ പീരിയഡ്സ് ആയില്ല. ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത് ഒക്ടോബർ 5-ാം തീയതിയാണ്. അതെനിക്ക് ഇത്തിരി ഓർമ്മയുള്ള ദിവസം എന്ന് വെച്ചാൽ അന്ന് മഹാനവമി ആയിരുന്നു. അപ്പോൾ എനിക്ക് പിന്നെ പൊലിച്ച് എണീച്ച് നോക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം കുട്ടിപ്പന് മോർണിംഗ് ഷിഫ്റ്റാണ് ഉണ്ടാവാറുള്ളത്, ഡ്യൂട്ടി ടൈം. അപ്പോൾ രാവിലെ 5 മണിയൊക്കെ ആകുമ്പോൾ മൂപ്പർക്ക് പോകും. അപ്പോൾ ആ സമയത്ത് എന്തായാലും ഞാൻ എണീക്കുമല്ലോ. ഞാൻ പുള്ളിക്കാരനുള്ളപ്പോൾ ഞാൻ നോക്കിയില്ല, എനിക്ക് എന്താ അറിയില്ല, ടെൻഷൻ. നോക്കുമ്പോൾ നമുക്കൊരു എന്തോ ഒരു ഫീലിംഗ് ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ നോക്കിയില്ല. എൻ്റെ അടുത്ത് നോക്കുന്നില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഞാൻ പിന്നെ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എനിക്ക് പുള്ളി പോയപ്പോൾ പിന്നെ എനിക്ക് ക്ഷമയില്ല. അങ്ങനെ ഞാൻ ഓക്കെ നോക്കാം എന്നുള്ള ഒരു ഡിസിഷനിലെത്തി. ഒക്ടോബർ 5-ാം തീയതി രാവിലെയാണ് ഞാൻ ഇത് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ 2 വര, സിയും ടിയും ടിക്ക് വീടിയിരിക്കുന്നു. അപ്പോൾ ഞാൻ വാസ് ലൈക്ക് ഓക്കെ. എനിക്ക് എന്താണ് അപ്പം വന്ന എക്സ്പ്രഷൻ എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഐ എം ജസ്റ്റ് സ്റ്റക്ക്. ഇത് സത്യമാണോ അല്ലയോ എന്ന് അറിയാത്തൊരു ഇമോഷൻ ഉണ്ടാവില്ല നമുക്ക്. കാരണം നമ്മൾ ഇത്ര നാളും നമ്മൾ വിചാരിച്ചിട്ട് ഉണ്ടായിരുന്നില്ല ആള് വരും എന്നുള്ളത്. നമ്മൾ ട്രൈ ചെയ്ത സമയത്ത് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ പിന്നെ ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ള ആ ഒരു മൈൻഡിലാണ്, ഒരു അത്ഭുതം പോലെ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവൾ നമ്മുടെ ലൈഫിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഞാൻ ഭയങ്കര സ്റ്റക്കായിരുന്നു. ഞാൻ ആദ്യം തന്നെ ഏച്ചിനെ വിളിച്ചു.
ഏച്ചി ആ സമയത്ത് എന്തായാലും എണീക്കും. ഞാൻ പറഞ്ഞില്ലേ, ഇവർക്ക് മോർണിംഗ് ഷിഫ്റ്റ് ഉള്ള സമയത്തായതുകൊണ്ട് ഏട്ടൻ പോകുന്ന സമയമാണ്, കുട്ടപ്പൻ പോകുന്ന സമയമാണ്. അപ്പോൾ നമ്മൾ എന്തായാലും എണീക്കും. അങ്ങനെ ഞാൻ ഫസ്റ്റ്ലി ഏച്ചിനെ വിളിച്ചു. കാരണം ഷുട്ടുവാണ് ഇവിടുത്തെ ഫസ്റ്റ് ബേബി എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ഏച്ചിനെ വിളിച്ചപ്പോൾ ഏച്ചി ഭയങ്കര ഹാപ്പി, ഒന്നും പറയാനില്ല. എന്താ ഏച്ചി പറഞ്ഞു, ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ അടുത്ത് ഞാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഫോൺ വെച്ചു. പിന്നെ ഞാൻ എൻ്റെ സിസ്റ്റർ ഇൻ ലോനെ വിളിച്ചു. എന്താ പറയുക, അവൾക്കായിരുന്നു ഭയങ്കര ആഗ്രഹം. എന്താ പറയുക, അവൾ ആ സമയത്ത് പഠിക്കുന്ന ആയതുകൊണ്ട് അവർ അങ്ങനെ നോക്കിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരൊരു ബേബി പ്ലാനിങ് കാര്യത്തിൽ തന്നെയായിരുന്നു. അപ്പോൾ ഓളെപ്പോഴും എൻ്റെ അടുത്ത് പറയായിരുന്നു, നീ നോക്ക് ഒരു കുട്ടി വേണം നമുക്ക് വീട്ടിൽ എന്നൊക്കെ പറഞ്ഞാൽ അവൾക്കായിരുന്നു ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ അവളെ വിളിച്ചു പറഞ്ഞു. അവളും ഞാനും കൂടി ഗ്രൂപ്പ് കോൾ ചെയ്താണ് അമ്മേനെ വിളിക്കുന്നത്. രാവിലെ 6 മണി 6:30 ടൈമിൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി, ഒന്നും പറയാനില്ല. എന്താ പറയുക, ഷുട്ടുവാണ് ഫസ്റ്റ് ബേബി ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ അമ്മേനെ അച്ഛനെയും വിളിച്ചപ്പോൾ അമ്മ ഭയങ്കര കരച്ചില്, ഒന്നും പറയാനില്ല, ഭയങ്കര ഹാപ്പി. അപ്പം ഞാനിങ്ങനെ സ്റ്റക്കാണ്. ഇത് ശരിക്കും ആണോ, എന്താ ഇപ്പം ഇങ്ങനെ എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മൾ അന്ന് തന്നെ നമ്മൾ എന്താ പറയുക, ഈ ഒരു ചെറിയ എനിക്കങ്ങനെ ഡാർക്ക് ലൈൻ എന്ന് പറയാൻ വന്നിട്ടുണ്ടായിരുന്നില്ല, ഒരു ചെറിയ നോർമൽ ഒരു പിങ്ക് ലൈൻ. അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് കൺഫേം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏച്ചി പറഞ്ഞു അന്ന് തന്നെ കൺഫേം ആക്കി നമ്മൾ എന്തായാലും ഹോസ്പിറ്റലിൽ പോയേ പറ്റൂ, അവിടെ എന്തായാലും ഹോസ്പിറ്റലിൽ പോയി കാണിക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെയുള്ള ഒരു അൽഹിലാൽ ഹോസ്പിറ്റൽ ഡോക്ടർ ശ്രീദേവി മാമിനെ കൊണ്ട് കാണിച്ചു. അവിടെയുള്ള ഒരു ഗൈനിക്കായിരുന്നു അത്. നമ്മൾ ആ ഹോസ്പിറ്റലിൽ പോകാൻ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ അപ്പാർട്ട്മെന്റിൽ നിന്ന് കുറച്ച് ദൂരെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ചെന്ന് വെച്ചാൽ ഒരു 5 മിനിറ്റ്സ് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മളൊരു ട്രാഫിക് ക്രോസ് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റൽ എന്നുള്ള രീതിയിലായിരുന്നു. ആൻഡ് എനിക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല, എനിക്ക് കിട്ടിയ ബെസ്റ്റ് ഡോക്ടറായിരുന്നു. ഭയങ്കര സപ്പോർട്ടീവ് ആയിട്ടില്ല, എപ്പോഴും നമ്മളോട് ഇങ്ങനെ ചിരിച്ച് സംസാരിക്കുന്ന, കുഴപ്പമൊന്നുമില്ല ഓക്കെ ആണെന്ന് പറഞ്ഞ് എപ്പോഴും ഇങ്ങനെ നമ്മളെ കൂടെ നിൽക്കുന്ന ഒരു ഡോക്ടറാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. നാട്ടിലായപ്പോഴും അതെ. പക്ഷെ എൻ്റെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ ഞാൻ ഫുള്ളായിട്ടുണ്ടായിരുന്ന അവിടെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു ഡോക്ടറിനെ മെൻഷൻ ചെയ്യാൻ നിൽക്കാൻ പറ്റില്ല. കാരണം എനിക്ക് നട്ടപ്പാതിരക്ക് വരെ ഡോക്ടറെ വിളിക്കാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ എൻ്റെ ഫോൺ എടുത്ത് എനിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും ഒക്കെ തരുമായിരുന്നു. ആ കഥ ഞാൻ എന്തായാലും വഴിയെ പറഞ്ഞു വരുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണെന്ന് ഞാൻ അറിയുന്നത് ഒക്ടോബർ 5-ാം തീയതി രാവിലെ. അന്ന് തന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. ഡോക്ടർ പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ ഞാൻ 30 ആണ് എൻ്റെ ലാസ്റ്റ് പീരീഡ്സിൻ്റെ ഡേറ്റ് ഉണ്ടായിരുന്നത്. അപ്പം 31st 1 2 3 4 5 ജസ്റ്റ് ഒരു 5 ഡേയ്സ് ആയിട്ടേ ഉള്ളൂ പീരീഡ്സ് മാറിയിട്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ഇത് വെച്ച് കൺഫേം ചെയ്യാൻ പറ്റില്ല, അത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, എന്തായാലും നമുക്ക് യൂറിൻ ടെസ്റ്റ് ചെയ്യാം, UCG ടെസ്റ്റ് ചെയ്ത് നോക്കണം, എന്നാലേ പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, ലാബിൽ റിസൾട്ടൊക്കെ കൊടുത്ത് നമുക്ക് ഇവിടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള പോലെ എപ്പോഴും ഡോക്ടേഴ്സിന് അവൈലബിൾ ആയിരിക്കില്ല അവിടെ. അതുകൊണ്ട് എന്താ പറയുക, രാവിലെ പോയപ്പോൾ ഡോക്ടർ ടെസ്റ്റൊക്കെ ചെയ്യാൻ കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം വരാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ലാബിൽ പോയി എല്ലാ സംഭവം കൊടുത്തു. ഓക്കെ, വെയിറ്റിംഗ് ഇത് വൈകുന്നേരം ആണല്ലോ കിട്ടാൻ വേണ്ടി. അങ്ങനെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അതിലിടക്ക് ഡോക്ടർ അവിടെ എന്ന് വെച്ചാൽ അവരുടെ റൂമിൽ തന്നെ ഗൈനക്കോളജിസ്റ്റിന് ചെറിയൊരു സ്കാനിങ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും പോയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയുള്ള സ്കാനിങ് മെഷീനിൽ ഡോക്ടർ എനിക്ക് വയറ് ചെറുതായിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. പുറമേ നിന്നാണ് സ്കാൻ ചെയ്തത്, ഉള്ളു പരിശോധനയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. നമ്മേ കാണുന്നില്ലേ, അതെന്താ കാണാത്തത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, നമുക്ക് എന്തായാലും നോക്കാം, വൈകുന്നേരം ആ റിസൾട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ മറ്റേ നമ്മുടെ സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് ഉള്ളിൽ കൂടെ തന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഉണ്ട്, ഓക്കെ കൺഫേം ആണ്, ചെറിയൊരു കടുമണീൻ്റെ അത്ര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മേളിൽ കൂടെ നോക്കുമ്പോൾ കാണാനായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അത് കഴിഞ്ഞ് ഓക്കെ, ഇനിയിപ്പോൾ ഈ റിസൾട്ടും കൂടെ കിട്ടണം, കാരണം നമുക്കൊരു ഹോപ്പ്ഫുൾ പ്രഗ്നൻസി ആണോ, എന്താണ് ഇത് സംഭവം, ജസ്റ്റ് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ, അതൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവും. അങ്ങനെ പിന്നെയും എന്നെ ടെൻഷൻ ആക്കി. എന്താ പറയുക, ആകെ ട്രെയിൻ ഔട്ടായി. ഞാൻ എങ്ങനെ വൈകുന്നേരം വരെ ആക്കാമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം പോയി, റിസൾട്ട് കിട്ടി, ഓക്കെ ആണ്.
ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ്, കൗണ്ടൊക്കെ കൂടുതലാണ്, എന്നാലും നമുക്ക് നോക്കാം, ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പേന പോയി. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം, അപ്പം അല്ലേ ഹാർട്ട് ബീറ്റ് ഒക്കെ വരാനായിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഒന്നും മനസ്സിലാവൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വീണ്ടും 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു 6 വീക്ക് ആവുമായിരിക്കും. 6 വീക്ക് ഒക്കെ ആയാലും മാത്രമേ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ 6 വീക്സ് അങ്ങനെ, എന്നാലും പ്രഗ്നൻസി കൺഫേം ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ച് ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സും അങ്ങനെയും ഇങ്ങനെയും കുറേ വിറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ തന്നു. ഓക്കെ, അത് കഴിഞ്ഞ് വിട്ടു. പിന്നെ ഒരു 3 മാസം ഒരു നീണ്ട യാത്രയായിരുന്നു എനിക്ക്. അയ്യോ, നീണ്ട യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. എനിക്ക് പ്രോപ്പർലി ആ ഒരു 1 മന്ത് കഴിഞ്ഞു. ഒരു 5 ഡേയ്സ് ആണല്ലോ എനിക്ക് പീരിയഡ്സ് നീണ്ടുപോയത്. അത് കഴിഞ്ഞ് അടുത്തൊരു 5 ഡേയ്സും കൂടെ കഴിയുമ്പോഴേക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വോമിറ്റിംഗ്. ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, ഒരു സാധനം സ്മെല് ചെയ്യാൻ പറ്റില്ല. വെറും പച്ചവെള്ളം മാത്രമാണ് എനിക്ക് ത്രൂ ഔട്ട് ഒരു 2 മന്ത്സ്. എനിക്കൊന്നും, ഞാൻ കഴിക്കുന്നു ഛർദ്ദിക്കുന്നു, ഇത് തന്നെയായിരുന്നു ഒരു ടോട്ടൽ ജേണി എന്ന് പറയുന്ന സംഭവം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റിലേറ്റീവ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് നല്ല ഉപ്പിലിട്ട നാരങ്ങ ആൻഡ് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുവന്നു. അപ്പോൾ അതുവരെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് വെറും പച്ചക്കഞ്ഞിയാണ്, വേറെ കറിയോ സംഭവങ്ങളോ ഒന്നും വേണ്ട. ആകെ കഴിയുന്നത് പച്ചക്കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഉപ്പിലിട്ട നാരങ്ങയും മാങ്ങയാണ്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രെയിനായി പോയിട്ട് വെയിറ്റ് ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഭയങ്കര ലോ. എന്താ പറയുക, അങ്ങനെ ഞാൻ ഓരോ വീക്കിലും നമുക്ക് അവിടുന്ന് ഓരോ വീക്ക് ഫസ്റ്റ്ലി ഒരു മന്തിലൊക്കെ 1 വീക്ക് കൂടുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ അത് 2 വീക്സ് ആവും, അങ്ങനെയാണ്. അപ്പോൾ ഓരോ 1 വീക്കിൽ പോകുമ്പോഴും എൻ്റെ വെയിറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് കുറയുന്നല്ലാണ്ട് കൂടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ, ഭയങ്കര വോമിറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഡോക്ടർ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് തന്നു. അത് പക്ഷെ ഞാൻ 1 or 2 പ്രാവശ്യം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പറ്റില്ല എന്നാണെങ്കിൽ മാത്രം വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കുടിച്ചാൽ മതി, ഇത് അത്ര ഹെൽത്തി അല്ല സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ഇവർ തരുന്നത്? അപ്പോൾ ഓക്കെ, എന്നാൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഉച്ചയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോയപ്പം ചെറിയൊരു ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഞാൻ കണ്ടു. ബ്ലീഡിങ് ചെറിയതായിട്ട്, നമുക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ഫസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സിൽ നമുക്ക് തുടക്കം ചെറുതായിട്ട് വരുമല്ലോ. ഗേൾസ് ക്യാൻ റിലേറ്റ്, ബോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടേക്കൂ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഞാൻ കണ്ടു. ഉച്ചയ്ക്ക് കുട്ടലിന് എൻജോയ് കഴിക്കാൻ വന്ന സമയത്ത് നമ്മൾ ഫുൾ പാർസലാണ് കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ പുറത്തുനിന്നാണ് ഫുഡ്. എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല, ഒന്നുമില്ല, മൊത്തം പാർസൽ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. അപ്പോൾ പാനിക്കായോ ചോദിച്ചാൽ ഞാൻ വലിയ പാനിക്കായില്ല. പാനിക്കായിട്ട് കാര്യമില്ല, നമ്മൾ ടെൻഷൻ അടിച്ചാൽ പിന്നെ അത് കൂടുതലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ് പാനിക്കായത്. കുട്ടനെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യപ്പോൾ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഉച്ച സമയമാണ്, ഡോക്ടർ 4 മണിക്കേ ഉള്ളൂ. ആ ഒരു ടൈം വരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരുന്നു. ഡോക്ടർ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മളെയാണ്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ടോക്കനൊക്കെ എടുത്ത് നമ്മൾ അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഡോക്ടർ കണ്ട് സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു, ടിഷ്യൂവിൽ ഞാൻ വൈപ്പ് ചെയ്ത് നോക്കി, ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയൊന്നും കണ്ടില്ല, എന്നാലും ചെറിയൊരു സ്റ്റൊമക്ക് കുറച്ച് അപ്സെറ്റ് ആണ്. നമുക്ക് ഫേസ്റ്റിലൊരു തുടക്കമുള്ള ഒരു പീരിയഡ്സിൻ്റെ സമയത്തൊരു വയറൊക്കെ ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു കുറച്ച് അപ്സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ സ്കാനിങ്ങിന് ചെക്ക് ചെയ്യാൻ കയറ്റി.
ഉള്ളിൽ കൂടെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ പുറമേ നോക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ കൂടെ നോക്കുമ്പോഴും ഇന്റേർണലി ബ്ലീഡിങ് ആയിട്ട് സംഭവം ഒന്നും കാണുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല, അത് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വന്നേ ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം. ഇന്റേർണൽ ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമില്ല, കുറച്ച് കെയർഫുൾ ആവുക, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അല്ലെങ്കിലേ റെസ്റ്റാണ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു റെസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ പോയി. എനിക്ക് ആ സമയം തൊട്ട് എനിക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രൊജസ്ട്രോൺ ആയിരുന്നു, ഏതോ ഒരു ഹോർമോണൽ ടാബ്ലറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ. എൻ്റെ അടുത്ത് ആദ്യം ഡെയിലി കഴിക്കാൻ പറഞ്ഞു. ഡെയിലി 1 വെച്ചിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആദ്യം ഇതായിരുന്നല്ലോ, ടാബ്ലറ്റ് ആണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 days കഴിഞ്ഞപ്പം എഗെയിൻ ഇത് തന്നെ സംഭവം. എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെയും പോയി ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പോഴും ഇന്റേർണലി ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമില്ല. ഡോക്ടർ ഉള്ളായിട്ട് തന്നെ സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തു, അല്ലാണ്ടും ടെസ്റ്റ് ചെയ്തു. ഒന്നും കാണുന്നില്ല സംഭവം. ചെറിയൊരു ഫോളിക്കിൾ പോലെ അവിടെ ഇവിടെ കാണുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മൾ നോക്കിയേ, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് അവിടെ അതാണ് ഫെസിലിറ്റി കൂടുതലും ഉള്ളത്. ഹാർട്ട് ബീറ്റ് നമുക്ക് ലൈവായിട്ട് കേൾപ്പിച്ച് തരും, ഒരു കുഴപ്പമില്ല. നല്ല ആക്റ്റീവ് ആയിട്ടുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ റൂമിൽ പോകുന്നു അപ്പോൾ നമുക്ക് കേൾപ്പിച്ച് തരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനും കാണിക്കാനും കയറ്റാനും പിന്നെ ഹാർട്ട് ബീറ്റ് കേൾക്കാനും ഒക്കെ പറ്റും അവിടുന്ന്. നാട്ടിൽ എനിക്ക് എല്ലാ ഹോസ്പിറ്റലും അത്ര അലൗഡാണെന്ന് തോന്നിയിട്ടില്ല. നാട്ടിൽ ഞാൻ മിംസിലാണ് കാണിച്ചിട്ടുള്ളത്. അവിടെ നമ്മളെ കേൾപ്പിച്ച് തരും, പക്ഷെ ബൈസ്റ്റാൻഡേഴ്സിന് ആരെയും നമ്മൾ സ്കാനിങ് റൂമിൽ കയറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ ഹസ്ബൻഡിനും കേൾപ്പിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ സംഭവം ഇങ്ങനെ വരുന്നതെന്നുള്ളത് ഡോക്ടർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്ന് വെച്ചാൽ അടുത്ത സ്കാനിങ് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കാനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചെറിയ ഇൻഫെക്ഷൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജലിൻ ഇൻഫെക്ഷൻ. അപ്പം അതിന് എനിക്ക് വേറൊരു ടാബ്ലറ്റ് തന്നു, ഉള്ളിൽ വെക്കാനുള്ളത് തന്നെ ടാബ്ലറ്റും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ടാബ്ലറ്റ് ഇനി വേണ്ട, നമുക്ക് ഇഞ്ചക്ഷൻ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആണോ, എനിക്ക് അത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പട്ടിയ സ്റ്റാർട്ട് ചെയ്തു. ആഴ്ചയിൽ വീക്കിലി എൻ്റെ അടുത്ത് 2 ദിവസം വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. അതിപ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെന്നില്ല, ഡോക്ടർ എഴുതി തന്ന ഇതിൽ ഇഞ്ചക്ഷൻ റൂമിൽ പോയിട്ട് അവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് നമ്മുടെ കാലിൽ ആണ് വെക്കുക, കാലിലല്ല, ഈ ഒരു തൊടയുടെ ഭാഗത്തായിട്ട് വെക്കും. നല്ല പെയിനല്ല, ഭയങ്കര കടച്ചലാണ്. ആ മരുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ, അതും നമുക്ക് ഒരു വീക്കിൽ 2 ഇഞ്ചക്ഷൻ വെക്കേണ്ടത് കൊണ്ട് തന്നെ ഇങ്ങനെ മാറിയാണ് കാലിൽ വെക്കുക. ഒരു കാലിന് ഒരു പ്രാവശ്യം, ഒരു കാലിന് ഇപ്പുറത്തെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാറി വെക്കും. ആൻഡ് എൻ്റെ 2 കാലിൻ്റെ സൈഡും പഞ്ചർ ഔട്ടായിരുന്നു. നല്ല വേദന ഉണ്ടാവും, കടച്ചിലാണ്, നമുക്ക് ആ സൈഡ് നമുക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട, ഫുൾ ബെഡ് റെസ്റ്റ്, അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അനങ്ങാൻ പാടില്ല. ആകെ ഞാൻ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരുന്നത് ബാത്റൂമിൽ മാത്രമാണ്. അല്ലാത്തപ്പം എല്ലാം കുട്ട പോകുന്നതിലെടുക്കാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൻ്റെ അവിടെ വെച്ച് തരും, വെള്ളം കാര്യങ്ങളെല്ലാം വെച്ച് തരും. പിന്നെ എണീക്കുന്നത് ഉച്ചയ്ക്ക് ആള് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അതുവരെ ഞാനിങ്ങനെ കിടക്കും. പിന്നെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, ഞാൻ കോമഡി ഫിലിംസ് കുറേ കാണുമായിരുന്നു. തമാശയുള്ള പടങ്ങൾ കുറേ ഞാൻ അടുത്ത് വെക്കാണ്ട് ഫോണിൽ വെച്ചിട്ട് ഞാൻ കുറേ ദൂരെ വെച്ചിട്ട് ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ച് എൻ്റെ അടുത്തുള്ള ബുക്സ് വായിക്കുമായിരുന്നു. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫുള്ളി ബെഡ് റിഡൺ ആണ് ആള്, ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെ എഴുന്നേറ്റ് പോകുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ രാത്രി, അവിടുത്തെ ഷവർമ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഇവിടുത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഞാൻ പറയാൻ എന്താ കാരണം വെച്ചാൽ, നമുക്ക് അവിടെ നിന്ന് ബർഗറോ ഷവർമയൊന്നും പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ഫുൾ മീറ്റാണ് നമുക്ക് തരുന്നത്. വേറെ അതിൽ എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ പോലെ കുറേ കാബേജോ മറ്റതോ മറിച്ചതോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, ഫുൾ മീറ്റാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി എനിക്ക് പതുക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് കഴിക്കാൻ തുടങ്ങി. സോ ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഷവർമ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇരുന്ന ചെയറിൽ ഫുള്ള് ബ്ലഡ്. അപ്പോൾ ഞാൻ
അപ്പം ഞാനൊന്ന് ഷോക്കായി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒലിച്ചു വരുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പം ഞാൻ കുറച്ച് പാനിക്കായി. ബട്ട് ഞാൻ പിന്നെയും ബാക്ക് ടു നോർമലായി. ഓക്കെ, പാനിക് ആവണ്ട, ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഔട്ട് ആവുമല്ലോ. ഞാൻ ഓക്കെ, പേടിക്കണ്ടെന്നുള്ള രീതിയിൽ. അതും കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു. 10 മണി 10:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അവിടെ. അതാണ് പ്രശ്നം. നമുക്ക് ലേറ്റ് നൈറ്റിൽ ഹോസ്പിറ്റലോ നമ്മുടെ ഡ്യൂട്ടി സർവീസും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എമർജൻസി സർവീസൊക്കെ കുറവാണ് അവൈലബിൾ ആയിട്ട്. ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ വൈകുന്നേരം വരെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അതിലിടക്ക് ഡോക്ടർ അവിടെ എന്ന് വെച്ചാൽ അവരുടെ റൂമിൽ തന്നെ ഗൈനക്കോളജിസ്റ്റിന് ചെറിയൊരു സ്കാനിങ് മെഷീനും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. നമ്മൾ എപ്പോഴും പോയിട്ട് സ്കാൻ ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അവിടെയുള്ള സ്കാനിങ് മെഷീനിൽ ഡോക്ടർ എനിക്ക് വയറ് ചെറുതായിട്ടൊന്ന് സ്കാൻ ചെയ്ത് നോക്കി. പുറമേ നിന്നാണ് സ്കാൻ ചെയ്തത്, ഉള്ളു പരിശോധനയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിൽ ഞാൻ നോക്കിയിട്ടൊന്നും കാണുന്നില്ല എന്ന് പറഞ്ഞു. നമ്മേ കാണുന്നില്ലേ, അതെന്താ കാണാത്തത്? അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അത്ര ദിവസമല്ലേ ആയിട്ടുള്ളൂ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം, നമുക്ക് എന്തായാലും നോക്കാം, വൈകുന്നേരം ആ റിസൾട്ടും കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ റിസൾട്ട് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ പിന്നെ വേറൊരു ഡിപ്പാർട്ട്മെൻറ്റിൽ, മറ്റേ നമ്മുടെ സ്കാനിങ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തു. അവിടെ നിന്നാണ് എനിക്ക് ഉള്ളിൽ കൂടെ തന്നെ സ്കാൻ ചെയ്ത് നോക്കി. അപ്പോൾ ഉണ്ട്, ഓക്കെ, കൺഫേം ആണ്. ചെറിയൊരു കടുമണീൻ്റെ അത്ര ആയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മേളിൽ കൂടെ നോക്കുമ്പോൾ കാണാനായിട്ടുണ്ടാവുക എന്ന് പറഞ്ഞു ഡോക്ടർ. അങ്ങനെ അത് കഴിഞ്ഞ് ഓക്കെ, ഇനിയിപ്പോൾ ഈ റിസൾട്ടും കൂടെ കിട്ടണം. കാരണം നമുക്കൊരു ഹോപ്പ്ഫുൾ പ്രഗ്നൻസി ആണോ, എന്താണ് ഇത് സംഭവം, ജസ്റ്റ് 1 വീക്ക് ആയിട്ടേ ഉള്ളൂ, അതൊക്കെ അവർക്ക് ടെസ്റ്റ് ചെയ്താലേ മനസ്സിലാവും. അങ്ങനെ പിന്നെയും എന്നെ ടെൻഷൻ ആക്കി. എന്താ പറയുക, ആകെ ട്രെയിൻ ഔട്ടായി. ഞാൻ എങ്ങനെ വൈകുന്നേരം വരെ ആക്കാമെന്നുള്ളൊരു ടെൻഷനിലായിരുന്നു. അങ്ങനെ നമ്മൾ വൈകുന്നേരം പോയി, റിസൾട്ട് കിട്ടി. ഓക്കെ ആണ്, ഡോക്ടർ പറഞ്ഞു ഓക്കെ ആണ്, കൗണ്ടൊക്കെ കൂടുതലാണ്, എന്നാലും നമുക്ക് നോക്കാം, ഒരു 1 വീക്കും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞു. എൻ്റെ പേന പോയി. അങ്ങനെ 1 വീക്ക് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ സ്കാൻ ചെയ്ത് നോക്കാം, അപ്പം അല്ലേ ഹാർട്ട് ബീറ്റ് ഒക്കെ വരാനായിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഒന്നും മനസ്സിലാവൊന്നുമില്ല എന്ന് പറഞ്ഞു. ഓക്കെ, വീണ്ടും 1 വീക്ക് ഒക്കെ കഴിയുമ്പോഴേക്കും ഒരു 6 വീക്ക് ആവുമായിരിക്കും. 6 വീക്ക് ഒക്കെ ആയാലും മാത്രമേ ഹാർട്ട് ബീറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു ഓക്കെ 6 വീക്സ്, അങ്ങനെ എന്നാലും പ്രഗ്നൻസി കൺഫേം ആണെന്ന് പറഞ്ഞു. എന്നിട്ട് എനിക്ക് കുറച്ച് ടാബ്ലറ്റ്സും അയൺ ടാബ്ലറ്റ്സും അങ്ങനെയും ഇങ്ങനെയും കുറേ വിറ്റമിൻ ടാബ്ലറ്റ്സും ഒക്കെ തന്നു. ഓക്കെ, അത് കഴിഞ്ഞ് വിട്ടു. പിന്നെ ഒരു 3 മാസം ഒരു നീണ്ട യാത്രയായിരുന്നു എനിക്ക്. അയ്യോ, നീണ്ട യാത്ര എന്ന് പറഞ്ഞാൽ പിന്നെ പറയാനില്ല. എനിക്ക് പ്രോപ്പർലി ആ ഒരു 1 മന്ത് കഴിഞ്ഞു. ഒരു 5 ഡേയ്സ് ആണല്ലോ എനിക്ക് പീരിയഡ്സ് നീണ്ടുപോയത്. അത് കഴിഞ്ഞ് അടുത്തൊരു 5 ഡേയ്സും കൂടെ കഴിയുമ്പോഴേക്ക് വോമിറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. ഒരു രക്ഷയില്ലാന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത വോമിറ്റിംഗ്. ഒരു സാധനം കഴിക്കാൻ പറ്റില്ല, ഒരു സാധനം സ്മെല് ചെയ്യാൻ പറ്റില്ല. വെറും പച്ചവെള്ളം മാത്രമാണ് എനിക്ക് ത്രൂ ഔട്ട് ഒരു 2 മന്ത്സ്. എനിക്കൊന്നും, ഞാൻ കഴിക്കുന്നു ഛർദ്ദിക്കുന്നു, ഇത് തന്നെയായിരുന്നു ഒരു ടോട്ടൽ ജേണി എന്ന് പറയുന്ന സംഭവം. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ എനിക്ക് ഭയങ്കര പാടായിരുന്നു. ഭയങ്കര പാടായിരുന്നു. ഒന്നും കഴിക്കാൻ പറ്റില്ല. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു റിലേറ്റീവ് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല ഉപ്പിലിട്ട നാരങ്ങ ആൻഡ് ഉപ്പിലിട്ട മാങ്ങ കൊണ്ടുവന്നു. അപ്പോൾ അതുവരെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നത് വെറും പച്ചക്കഞ്ഞിയാണ്. വേറെ കറിയോ സംഭവങ്ങളോ ഒന്നും വേണ്ട. ആകെ കഴിയുന്നത് പച്ചക്കഞ്ഞിയാണ്. അതിൻ്റെ കൂടെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് ഈ ഉപ്പിലിട്ട നാരങ്ങയും മാങ്ങയാണ്. അതും കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഒന്നുമില്ല എന്ന് തന്നെ പറയാം. എന്താ പറയുക, ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ ഓരോ ദിവസവും ഇങ്ങനെ ഡ്രെയിനായി പോയിട്ട് വെയിറ്റ് ഭയങ്കര ലോ ആയിക്കൊണ്ടിരിക്കുന്ന ടൈമായിരുന്നു. ഭയങ്കര ലോ എന്ന് വെച്ചാൽ ഭയങ്കര ലോ. എന്താ പറയുക, അങ്ങനെ ഞാൻ ഓരോ വീക്കിലും നമുക്ക് അവിടുന്ന് ഓരോ വീക്ക് ഫസ്റ്റ്ലി ഒരു മന്തിലൊക്കെ 1 വീക്ക് കൂടുമ്പോൾ ഡോക്ടറെ അടുത്ത് പോകണം. പിന്നെ അത് 2 വീക്സ് ആവും. അങ്ങനെയാണ്.
അപ്പോൾ ഓരോ 1 വീക്കിൽ പോകുമ്പോഴും എൻ്റെ വെയിറ്റ് ഇങ്ങനെ താഴോട്ടേക്ക് കുറയുന്നല്ലാണ്ട് കൂടുന്നില്ല. അപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ അടുത്ത് ഫുഡ് കഴിക്കണം. ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്ക് കഴിക്കാൻ പറ്റണ്ടേ, ഭയങ്കര വോമിറ്റിംഗ് ആണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് ഡോക്ടർ വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് തന്നു. അത് പക്ഷെ ഞാൻ 1 or 2 പ്രാവശ്യം മാത്രമേ കുടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്രയും പറ്റില്ല എന്നാണെങ്കിൽ മാത്രം വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കുടിച്ചാൽ മതി, ഇത് അത്ര ഹെൽത്തി അല്ല സംഭവം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു പിന്നെ എന്തിനാണ് ഇവർ തരുന്നത്? അപ്പോൾ ഓക്കെ എന്നാൽ പിന്നെ അത് വേണ്ടാന്ന് വെച്ച് ഞാനത് കംപ്ലീറ്റ്ലി സ്റ്റോപ്പ് ചെയ്തു. വോമിറ്റിങ്ങിൻ്റെ ടാബ്ലറ്റ് കുടിക്കുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം പെട്ടെന്ന് ഉച്ചയ്ക്ക് ഞാൻ ബാത്റൂമിൽ പോയപ്പം ചെറിയൊരു ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഞാൻ കണ്ടു. ബ്ലീഡിങ് ചെറിയതായിട്ട്, നമുക്ക് അങ്ങനെ ഭയങ്കര കാര്യമായിട്ടൊന്നും പറയാൻ പറ്റില്ല. നമുക്കൊരു ഫസ്റ്റ് ഡേ ഓഫ് പീരിയഡ്സിൽ നമുക്ക് തുടക്കം ചെറുതായിട്ട് വരുമല്ലോ, ഗേൾസ് ക്യാൻ റിലേറ്റ്, ബോയ്സ് കേൾക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ടേക്കൂ. അപ്പോൾ അങ്ങനെ ചെറുതായിട്ട് ഞാൻ കണ്ടു. ഉച്ചയ്ക്ക് കുട്ടലിന് എൻജോയ് കഴിക്കാൻ വന്ന സമയത്ത് നമ്മൾ ഫുൾ പാർസലാണ് കേട്ടോ. രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം ഒക്കെ പുറത്തുനിന്നാണ് ഫുഡ്. എനിക്കൊന്നും കുക്ക് ചെയ്യാൻ പറ്റില്ല, എനിക്കൊന്നും കഴിക്കാനും പറ്റില്ല, ഒന്നുമില്ല, മൊത്തം പാർസൽ. അപ്പം അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചിരിക്കുന്ന സമയത്താണ് ഈ സംഭവം. അപ്പോൾ പാനിക് ആയോ ചോദിച്ചാൽ ഞാൻ വലിയ പാനിക് ആയില്ല. പാനിക് ആയിട്ട് കാര്യമില്ല, നമ്മൾ ടെൻഷൻ അടിച്ചാൽ പിന്നെ അത് കൂടുതലേ ഉള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെയുള്ള ആളാണ് പാനിക് ആയത്. കുട്ടനെ എന്താ ചെയ്യേണ്ടത് മനസ്സിലാകുന്നില്ല, എന്താ ചെയ്യപ്പോൾ എന്ന് പറഞ്ഞു. എന്താ വെച്ചാൽ ഉച്ച സമയമാണ്, ഡോക്ടർ 4 മണിക്കേ ഉള്ളൂ. ആ ഒരു ടൈം വരെ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ഹോസ്പിറ്റലിൽ പോയി അവിടെ ഇരുന്നു. ഡോക്ടർ വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് നമ്മളെയാണ്, എന്താ സംഭവം എന്നൊന്നും അറിയില്ല. അപ്പോൾ അങ്ങനെ ടോക്കനൊക്കെ എടുത്ത് നമ്മൾ അവിടെ പോയി ഇരുന്നു. അങ്ങനെ ഡോക്ടർ കണ്ട് സംഭവം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറുതായിട്ട് കണ്ടു, ടിഷ്യൂവിൽ ഞാൻ വൈപ്പ് ചെയ്ത് നോക്കി, ചെറുതായിട്ടുണ്ടായിരുന്നു. പിന്നെ അത്രയൊന്നും കണ്ടില്ല, എന്നാലും ചെറിയൊരു സ്റ്റൊമക്ക് കുറച്ച് അപ്സെറ്റ് ആണ്. നമുക്ക് ഫേസ്റ്റിലൊരു തുടക്കമുള്ള ഒരു പീരിയഡ്സിൻ്റെ സമയത്തൊരു വയറൊക്കെ ഇങ്ങനെ വലിഞ്ഞു പിടിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവില്ലേ, അങ്ങനെ ഒരു കുറച്ച് അപ്സെറ്റ് ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോക്ടർ അവിടെ സ്കാനിങ്ങിന് ചെക്ക് ചെയ്യാൻ കയറ്റി. ഉള്ളിൽ കൂടെ തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കി. എൻ്റെ പുറമേ നോക്കുമ്പോൾ ഒന്നും കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ കൂടെ നോക്കുമ്പോഴും ഇന്റേർണലി ബ്ലീഡിങ് ആയിട്ട് സംഭവം ഒന്നും കാണുന്നില്ല. ഡോക്ടർ പറഞ്ഞു ഇല്ല, ഒന്നുമില്ല, അത് ചിലപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും വന്നേ ആയിരിക്കാം എന്ന് പറഞ്ഞു. എന്തായാലും നമുക്ക് നോക്കാം, ഇന്റേർണൽ ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമില്ല, കുറച്ച് കെയർഫുൾ ആവുക, കുറച്ച് റെസ്റ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞു. നമ്മൾ നോക്കി, അല്ലെങ്കിലേ റെസ്റ്റാണ്, പിന്നെ അതിൻ്റെ കൂടെ ഒരു റെസ്റ്റ് എന്ന് പറയാനൊന്നുമില്ല. ഓക്കെ പറഞ്ഞ് പിന്നെ ഞാൻ വീട്ടിൽ പോയി. എനിക്ക് ആ സമയം തൊട്ട് എനിക്ക് ടാബ്ലറ്റ് സ്റ്റാർട്ട് ചെയ്തു. പ്രൊജസ്ട്രോൺ ആയിരുന്നു, ഏതോ ഒരു ഹോർമോണൽ ടാബ്ലറ്റ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു ഡോക്ടർ. എൻ്റെ അടുത്ത് ആദ്യം ഡെയിലി കഴിക്കാൻ പറഞ്ഞു. ഡെയിലി 1 വെച്ചിട്ട് കഴിച്ചോളൂ എന്ന് പറഞ്ഞു. ആദ്യം ഇതായിരുന്നല്ലോ, ടാബ്ലറ്റ് ആണ് തുടങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഒരു 2 days കഴിഞ്ഞപ്പം എഗെയിൻ ഇത് തന്നെ സംഭവം, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. പിന്നെയും പോയി ഹോസ്പിറ്റലിലേക്ക് ഓടി. അപ്പോഴും ഇന്റേർണലി ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമില്ല. ഡോക്ടർ ഉള്ളായിട്ട് തന്നെ സ്കാൻ ചെയ്ത് ടെസ്റ്റ് ചെയ്തു, അല്ലാണ്ടും ടെസ്റ്റ് ചെയ്തു, ഒന്നും കാണുന്നില്ല സംഭവം. ചെറിയൊരു ഫോളിക്കിൾ പോലെ അവിടെ ഇവിടെ കാണുന്നുണ്ട്, ചിലപ്പോൾ അതിൻ്റെ ആയിരിക്കാം എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. നമ്മൾ നോക്കിയേ, ആൾക്ക് കുഴപ്പമൊന്നുമില്ല. ഹാർട്ട് ബീറ്റ് ഒക്കെ നമുക്ക് അവിടെ അതാണ് ഫെസിലിറ്റി കൂടുതലും ഉള്ളത്. ഹാർട്ട് ബീറ്റ് നമുക്ക് ലൈവായിട്ട് കേൾപ്പിച്ച് തരും, ഒരു കുഴപ്പമില്ല. നല്ല ആക്റ്റീവായിട്ടുള്ള ഹാർട്ട് ബീറ്റ് നമുക്ക് എപ്പോൾ ഹോസ്പിറ്റലിൽ ഡോക്ടർ റൂമിൽ പോകുന്നു അപ്പോൾ നമുക്ക് കേൾപ്പിച്ച് തരാൻ പറ്റും. അതുപോലെ തന്നെ നമ്മുടെ പാർട്ട്ണറിനും കാണിക്കാനും കയറ്റാനും പിന്നെ ഹാർട്ട് ബീറ്റ് കേൾക്കാനും ഒക്കെ പറ്റും അവിടുന്ന്. നാട്ടിൽ എനിക്ക് എല്ലാ ഹോസ്പിറ്റലും അത്ര അലൗഡാണെന്ന് തോന്നിയിട്ടില്ല. നാട്ടിലെ മിംസിലാണ് കാണിച്ചിട്ടുള്ളത്, അവിടെ നമ്മളെ കേൾപ്പിച്ച് തരും. പക്ഷെ ബൈസ്റ്റാൻഡേഴ്സിന് ആരെയും നമ്മൾ സ്കാനിങ് റൂമിൽ കയറ്റില്ല. പക്ഷെ ഇവിടെ അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക്. അങ്ങനെ ഹസ്ബൻഡിനും കേൾപ്പിച്ചു കൊടുത്തു, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഈ സംഭവം ഇങ്ങനെ വരുന്നതെന്നുള്ളത് ഡോക്ടർക്കും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്താ വെച്ചാൽ അടുത്ത സ്കാനിങ് ഒരു 1 month ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് സ്കാനിങ് ആയിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ചെറിയ ഇൻഫെക്ഷൻ എനിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, വെജലിൻ ഇൻഫെക്ഷൻ. അപ്പം അതിന് എനിക്ക് വേറൊരു ടാബ്ലറ്റ് തന്നു, ഉള്ളിൽ വെക്കാനുള്ളത് തന്നെ ടാബ്ലറ്റും സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരുന്നത് കൊണ്ട് ഡോക്ടർ പറഞ്ഞു നമുക്ക് ടാബ്ലറ്റ് ഇനി വേണ്ട, നമുക്ക് ഇഞ്ചക്ഷൻ ആക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പ്രൊജസ്ട്രോൺ ഇഞ്ചക്ഷൻ ആണോ, എനിക്ക് അത് മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ട് ഞാനത് പറയുന്നില്ല, അതാണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. പട്ടിയ സ്റ്റാർട്ട് ചെയ്തു.
ആഴ്ചയിൽ വീക്കിലി എൻ്റെ അടുത്ത് 2 ദിവസം വന്നിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇഞ്ചക്ഷൻ വെക്കാൻ പറഞ്ഞു. അതിപ്പോൾ ഡോക്ടർ കൺസൾട്ട് ചെയ്യണമെന്നില്ല, ഡോക്ടർ എഴുതി തന്ന ഇതിൽ ഇഞ്ചക്ഷൻ റൂമിൽ പോയിട്ട് അവിടുന്ന് മെഡിസിനൊക്കെ വാങ്ങിയിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അത് നമ്മുടെ കാലിൽ ആണ് വെക്കുക, കാലിലല്ല ഈ ഒരു തുടയുടെ ഭാഗത്തായിട്ട് വെക്കും. നല്ല പെയിനാണ്, പെയിനല്ല ഭയങ്കര കടച്ചലാണ്. ആ മരുന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ, അതും നമുക്ക് ഒരു വീക്കിൽ 2 ഇഞ്ചക്ഷൻ വെക്കേണ്ടത് കൊണ്ട് തന്നെ ഇങ്ങനെ മാറി മാറിയാണ് കാലിൽ വെക്കുക. ഒരു കാലിന് ഒരു പ്രാവശ്യം, ഒരു കാലിന് ഇപ്പുറത്തെ പ്രാവശ്യമായിട്ട് ഇങ്ങനെ മാറി മാറി വെക്കും. ആൻഡ് എൻ്റെ 2 കാലിൻ്റെ സൈഡും പഞ്ചർ ഔട്ടായിരുന്നു. നല്ല വേദന ഉണ്ടാവും, കടച്ചിലാണ്, നമുക്ക് ആ സൈഡ് നമുക്ക് കിടക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പിന്നെ ഉണ്ടായിരുന്നത്. ഡോക്ടർ പറഞ്ഞു ഇനി ഒന്നും ചെയ്യണ്ട, ഫുൾ ബെഡ് റെസ്റ്റ്, അനങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു. ഓക്കെ, അനങ്ങാൻ പാടില്ല. ആകെ ഞാൻ എഴുന്നേറ്റ് പോയിക്കൊണ്ടിരുന്നത് ബാത്റൂമിൽ മാത്രമാണ്. അല്ലാത്തപ്പം എല്ലാം കുട്ട പോകുന്നതിലെടുക്കാൻ എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് ടേബിളിൻ്റെ അവിടെ വെച്ച് തരും, വെള്ളം കാര്യങ്ങളെല്ലാം വെച്ച് തരും. പിന്നെ എണീക്കുന്നത് ഉച്ചയ്ക്ക് ആള് വരുമ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രമാണ്. അതുവരെ ഞാനിങ്ങനെ കിടക്കും. പിന്നെ മെയിനായിട്ടുള്ള എൻ്റർടൈൻമെൻറ്റ്, ഞാൻ കോമഡി ഫിലിംസ് കുറേ കാണുമായിരുന്നു. തമാശയുള്ള പടങ്ങൾ കുറേ ഞാൻ അടുത്ത് വെക്കാണ്ട് ഫോണിൽ വെച്ചിട്ട് ഞാൻ കുറേ ദൂരെ വെച്ചിട്ട് ഞാൻ കാണുമായിരുന്നു. അല്ലാണ്ട് വേറെ ഒന്നും ചെയ്യാനില്ല. പിന്നെ കുറച്ച് എൻ്റെ അടുത്തുള്ള ബുക്സ് വായിക്കുമായിരുന്നു. അല്ലാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഫുള്ളി ബെഡ് റിഡൺ ആണ് ആള്, ഒന്നും ചെയ്യാനില്ല. പിന്നെ ആകെ എഴുന്നേറ്റ് പോകുന്നത് ഹോസ്പിറ്റലാണ്. അങ്ങനെ പോകുന്ന സമയത്ത് ഒരു ദിവസം നമ്മൾ രാത്രി, അവിടുത്തെ ഷവർമ കുറച്ചും കൂടെ ഹെൽത്തിയാണ് ഇവിടുത്തേനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ. ഞാൻ പറയാൻ എന്താ കാരണം വെച്ചാൽ, നമുക്ക് അവിടെ നിന്ന് ബർഗറോ ഷവർമയൊന്നും പ്രഗ്നൻസി ടൈമിൽ കഴിക്കുന്നതിൽ കുഴപ്പമില്ല. കാരണം ഫുൾ മീറ്റാണ് നമുക്ക് തരുന്നത്. വേറെ അതിൽ എന്താ പറയുക, നമ്മൾ ഇവിടുത്തെ പോലെ കുറേ കാബേജോ മറ്റതോ മറിച്ചതോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല, ഫുൾ മീറ്റാണ്. അങ്ങനെ ഒരു ദിവസം രാത്രി എനിക്ക് പതുക്കെ ഈ ഇഞ്ചക്ഷനൊക്കെ അടിക്കാൻ തുടങ്ങിയപ്പോൾ കുറച്ച് ബെറ്റർ ആയിട്ട് കഴിക്കാൻ തുടങ്ങി. സോ ഞാൻ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഷവർമ കഴിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. കഴിച്ചു കഴിഞ്ഞു. അപ്പം ഞാൻ ഇങ്ങനെ എഴുന്നേറ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ബാക്കിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഇരുന്ന ചെയറിൽ ഫുള്ള് ബ്ലഡ്. അപ്പോൾ ഞാനൊന്ന് ഷോക്കായി. കാരണം എനിക്ക് ഇങ്ങനെ ഒരു പുറത്തേക്ക് ഒലിച്ചു വരുന്ന രീതിയിൽ ഇതുവരെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കുറച്ച് പാനിക്കായി. ബട്ട് ഞാൻ പിന്നെയും ബാക്ക് ടു നോർമലായി. ഓക്കെ, പാനിക് ആവണ്ട, ടെൻഷൻ ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഫുൾ ഔട്ട് ആവുമല്ലോ. ഞാൻ ഓക്കെ, പേടിക്കണ്ടെന്നുള്ള രീതിയിൽ. അതും കുറച്ച് ലേറ്റ് നൈറ്റ് ആയിട്ടുണ്ടായിരുന്നു, 10 മണി 10:30 ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റൽ ഉണ്ടാവില്ല അവിടെ, അതാണ് പ്രശ്നം. നമുക്ക് ലേറ്റ് നൈറ്റിൽ ഹോസ്പിറ്റലോ നമ്മുടെ ഡ്യൂട്ടി സർവീസും കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. എമർജൻസി സർവീസൊക്കെ കുറവാണ് അവൈലബിൾ ആയിട്ട്, ഡ്യൂട്ടി ഡോക്ടേഴ്സ് മാത്രമേ ഉണ്ടാവും. അപ്പം അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഞാൻ കുറച്ചൊന്ന് പാനിക്കായി. എന്ത് ചെയ്യും ഈ ഒരു ടൈമിൽ, ആരും അവൈലബിൾ അല്ലല്ലോ എന്നുള്ള ഒരു പേടി എനിക്ക് വന്നു. അപ്പോൾ ഞാൻ പിന്നെ ബാക്ക് നോക്കിയപ്പം ഡ്രസ്സിലും ഒക്കെ കുറച്ചുണ്ട്. അപ്പോൾ ഞാൻ എന്നിട്ട് ബാത്റൂമിൽ പോയി, അവിടെയും കുറച്ച് ഉണ്ട് സംഭവം. അപ്പം ഞാൻ വേഗം തന്നെ ഡോക്ടറെ കോൾ ചെയ്തു. ഡോക്ടർ എനിക്ക് പേഴ്സണൽ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു, എപ്പോൾ വേണമെങ്കിലും വിളിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ലേറ്റ് നൈറ്റ് ആണ്. കുറേ സമയം ഞാൻ ഡയൽ ചെയ്താണ് ഡോക്ടർ ഫോൺ എടുത്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഡോക്ടർ ഇങ്ങനെയൊരു സംഭവം ഉണ്ട്, ഇനിയിപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, നമുക്കിപ്പോൾ ഹോസ്പിറ്റലിൽ നീ പോയിട്ട് കാര്യമില്ല, അവിടെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഇപ്പോൾ അവൈലബിൾ അല്ല, എന്തായാലും അവിടെ പോയിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വേറൊരു ഹോസ്പിറ്റൽ പറഞ്ഞു തന്നു, ഒരു ഗവൺമെൻറ് സർവീസ്ഡ് ഹോസ്പിറ്റൽ പറഞ്ഞു തന്നു. അങ്ങോട്ടേക്ക് പോയിക്കോ, എന്താ അവർ പറയുന്നത് നോക്ക്, എന്നിട്ട് നമുക്ക് രാവിലെ നോക്കിയിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ രാത്രി നമ്മളൊരു 11 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി പോയി, വണ്ടി എടുത്ത് പോയി. അതാണെങ്കിൽ നമ്മൾ നിൽക്കുന്ന സൈഡിൽ നിന്ന് കുറേ ലോങ് ആണ് സംഭവം. ഈ ബ്ലീഡിങ്ങും വെച്ച് ഞാൻ കാറിൽ ഇത്രയും ദൂരം പോകാൻ വേണം. അവിടെ എത്തിയിട്ടാണെങ്കിൽ നമുക്ക് വഴി എന്ന് പറയുന്ന സാധനം മനസ്സിലാവില്ല, കാരണം അവരുടെ എക്സിറ്റും എൻട്രി എല്ലാം നമ്മൾ പോണ ശരിക്കുള്ള സംഭവം. അങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കുറേ നേരം കറങ്ങി, കുറച്ച് സമയം നടന്നു. ഞാൻ നടക്കുമ്പോൾ പിന്നെ എനിക്ക് കൂടുതൽ പേടിയാവാൻ തുടങ്ങി. ഇനിയിപ്പോൾ നടന്നിട്ട് എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളൊരു ടെൻഷനിൽ ഞാൻ നടത്താൻ സ്റ്റോപ്പ് ചെയ്തു. അങ്ങനെ നമ്മൾ ആരോടൊക്കെയോ ചോദിച്ച് എങ്ങനെയോ നമുക്ക് വേണ്ട സ്ഥലത്തെത്തി. കാരണം ഗൈനക് ഡിപ്പാർട്ട്മെന്റിൽ എത്തണം, പക്ഷെ അവിടെ നമ്മൾ ഉദ്ദേശിക്കുന്ന ടൈപ്പിൽ പോകാനും പറ്റില്ലല്ലോ. പിന്നെ നമ്മൾ ഇതുവരെ പോവാത്ത ഹോസ്പിറ്റൽ, ഇതുവരെ പോവാത്ത ഒരു സ്ഥലം, കുറച്ച് ലോങ് ആണ്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അങ്ങനെ അത്ര ലോങ്ങിൽ ഹോസ്പിറ്റലിൽ പോകേണ്ട ഒരു ആവശ്യമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. അങ്ങനെ പോയി. അവിടെ പോയിട്ടാണെങ്കിൽ
നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആ സമയത്ത് ഇതുപോലത്തെ കുറേ കേസുകൾ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പിന്നെ ഒരു സംഭവം വെച്ചാൽ അവിടെ കൂടുതലും അറബി മാത്രമേ അറിയുള്ളൂ. കാരണം ഗവൺമെന്റ് ഹോസ്പിറ്റലാണ്, നമ്മൾ പറയുന്ന ഇംഗ്ലീഷോ ഹിന്ദിയോ അവർക്ക് കൂടുതലും മനസ്സിലാവില്ല. അത് വേറൊരു കോമഡി. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെയോ അവിടുന്ന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ടോക്കനൊക്കെ എടുത്ത് ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എൻ്റെ ആദ്യത്തെ ഒരു 1 to 2 months ഇടയിലാട്ടോ. അത്ര വീക്സേ ആയിട്ടുള്ളൂ എനിക്ക്. ജസ്റ്റ് ഹാർട്ട് ബീറ്റ് കേട്ട് തുടങ്ങുന്ന ആ ഒരു ടൈം. അപ്പം അങ്ങനെ നമ്മൾ അവിടെ പോയി. പിന്നെ ഡോക്ടർ വിളിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഉള്ളിൽ വേറെ പ്രശ്നമൊന്നുമില്ല, ആളുണ്ട്, പക്ഷെ അത്ര വീക്കേ ആയിട്ടുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അവരങ്ങ് വിട്ടു. വേറെ ഒന്നും പറഞ്ഞില്ല, എൻ്റെ അടുത്ത് വേറെ ഒന്നും ചോദിച്ചില്ല, ഒന്നുമില്ല. ജസ്റ്റ് സംഭവം നോക്കി, ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ലല്ലോ, എത്ര വീക്കായി, ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുന്നില്ലേ എന്നൊക്കെ നോക്കി. റിപ്പോർട്ടോ കാര്യമോ ഒന്നും തന്നില്ല. ജസ്റ്റ് നമ്മുടെ സ്കാനിങ്ങിൻ്റെ ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ ബേബീൻ്റെ, അത് മാത്രം തന്നിട്ട് വിട്ടു. അങ്ങനെ നമുക്ക് പിന്നെ എനിക്കങ്ങനെ ഒന്നും കണ്ടില്ല. അപ്പോൾ രാത്രി പിന്നെ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലേക്ക് വന്ന് രാവിലെ തന്നെ ഡോക്ടറിനെ കാണാൻ പോയപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ അവർ ഹാർട്ട് ബീറ്റിൻ്റെ എന്തെങ്കിലും തന്നോ, എന്തെങ്കിലും റിസൾട്ട് തന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കൊന്നും തന്നില്ല, എനിക്ക് ആകെ തന്ന സാധനം ഇത് മാത്രമാണെന്ന് പറഞ്ഞ് ഞാൻ ഡോക്ടറെ കാണിച്ചു കൊടുത്തു. പിന്നെ ഡോക്ടർ വേറെ സ്കാനിങ് പിന്നെയും ചെയ്തു. കുഴപ്പമൊന്നുമില്ല, ഇന്റേണൽ ബ്ലീഡിങ്ങോ കാര്യമോ ഒന്നുമല്ല. പിന്നെ സ്കാൻ ചെയ്തപ്പോൾ എനിക്ക് പ്ലാസൻ്റ ആദ്യത്തെ സമയത്ത് കുറച്ച് ലോവർ പ്ലാസൻ്റ ആയിരുന്നു. ചിലപ്പം അതുകൊണ്ടാവാം ഇങ്ങനെ വരുന്നതെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അത് ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഈ 5 months ഒക്കെ ആകുമ്പം തിരിഞ്ഞ് മേലേക്ക് വരും. അപ്പോൾ കുഴപ്പമില്ല, ആ സമയത്ത് നോക്കിയാൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് ടൈമിൽ അതിനെപ്പറ്റി ചിന്തിക്കാമെന്ന് പറഞ്ഞു. പിന്നെ ബെഡ് റെസ്റ്റ് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. 3 മാസം കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് ചെയ്യുക, അനങ്ങണ്ട. എന്താ വെച്ചാൽ പ്ലാസൻ്റയുടെ സംഭവം കൊണ്ടാണെങ്കിൽ നമ്മൾ അനങ്ങുന്നതിനനുസരിച്ച് പിന്നെയും ബ്ലീഡിങ് വരികയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. എനിക്ക് ആദ്യം വീക്ക്ലി 1 ആയിരുന്നു ഇഞ്ചക്ഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ സംഭവം വന്നതിന് ശേഷമാണ് എനിക്ക് വീക്ക്ലി 2 തവണ ഇഞ്ചക്ഷൻ വെച്ചോ എന്ന് പറഞ്ഞു. അതും ഒരു ഫ്രൈഡേ ആൻഡ് ഒരു സൺഡേ എങ്ങാനും പോയിട്ട് ചെയ്തോ, എന്തായാലും വെക്കണം എന്ന് പറഞ്ഞു. അത് ഞാനൊരു 3 മാസം ബെഡ് റെസ്റ്റ്, ആകെ പോവുക ആഴ്ചയിൽ 2 ദിവസം ഹോസ്പിറ്റൽ, ഇഞ്ചക്ഷൻ, ബാക്കി മരുന്ന്, വേറെ ഭക്ഷണമൊന്നും കഴിക്കാൻ പറ്റുന്നില്ല. ആകെ സൈഡായെന്ന് വെച്ചാൽ ഞാൻ മെലിഞ്ഞു എന്ന് പറഞ്ഞാൽ എൻ്റെ കൈയൊക്കെ ഇങ്ങനെ മെലിഞ്ഞ് ഇങ്ങനെ ആവാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് മെലിഞ്ഞു, ക്ഷീണിച്ചു. വയറൊക്കെ 3 മാസമൊക്കെ ആയപ്പോൾ ഒന്നും കാണാനൊന്നും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് വയറൊന്നും. അങ്ങനെ പക്ഷെ ബേബി ഹെൽത്തിയാണ്, ഓക്കെയാണ്, ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ആൾക്ക് കുഴപ്പം മൊത്തം എനിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ആ ഒരു 3 മാസം ഞാൻ കഷ്ടപ്പെട്ട് തള്ളി നീക്കി എന്ന് തന്നെ പറയാം. എന്താ പറയുക, കിടക്കുക ഉറങ്ങുക, അല്ലെങ്കിൽ കുറച്ചമ്മയും സിനിമ കാണുക, ഇത് മാത്രമായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ പോവുക, ഇഞ്ചക്ഷൻ വെക്കുക, അതാണ് മെയിനായിട്ട് സംഭവം നടന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ എനിക്ക് ഭയങ്കരമായിട്ട് മെലിയാൻ തുടങ്ങി. വെയിറ്റ് ഞാൻ ലാസ്റ്റ് ഒരു 57 വരെ പോയിട്ടുണ്ടായിരുന്നു. അതിലും ഡ്രെയിൻ ഔട്ട് ആവുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്കത് ലോ വെയിറ്റ് ആണ് സംഭവം. ഒരു 60 to 65 ആണ് എൻ്റെ ഒരു ഐഡിയൽ വെയിറ്റ് എന്ന് പറയുന്നത്, എൻ്റെ ഹൈറ്റിനനുസരിച്ചിട്ട്. അപ്പോൾ അതിലും താഴെ പോയി ഞാൻ. പിന്നെ നമ്മൾ 3 മാസം വരെ പിടിച്ചു നിന്നു. 3 മാസം കഴിഞ്ഞ് ഒരു 3.5 മാസമൊക്കെ ആയപ്പോൾ വി ആർ തിങ്കിങ് അബൌട്ട് ടു കം ബാക്ക്. വീട്ടിലേക്ക് വരാനുള്ള ഒരു ഇതിൽ നിന്നു ഞാൻ. എനിക്കിനി പറ്റില്ല എന്നുള്ളൊരു അവസ്ഥ എത്തി. കാരണം ഫുഡില്ല, ഭക്ഷണമില്ല, എല്ലാം പുറത്തുനിന്നാണ്. അതുകൊണ്ട് നാട്ടിലേക്ക് പോകണം എന്നുള്ളൊരു തീരുമാനം ഞാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് പോയി ലാസ്റ്റ് ടൈമിൽ. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് പറഞ്ഞു ഇപ്പം നിനക്ക് 57 ആണ് വെയിറ്റ് ഉള്ളൂ, ഇനിയും ഇത് കുറയുന്നതാണെങ്കിൽ പ്രശ്നമാണ്. കാരണം 3 മാസം കഴിഞ്ഞു. 3 മാസം വരെ കുഴപ്പമേ ഇല്ല. കാരണം കുട്ടി ഗ്രോത്ത് ചെയ്ത് വരുന്ന ഒരു ടൈമാണ്. നിങ്ങളുടെ ഫുഡോ ഭക്ഷണമോ ഒന്നും കുട്ടിക്ക് ആവശ്യമില്ല. പക്ഷെ അത് കഴിയുമ്പം നമ്മൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞു. പറഞ്ഞു ഞാൻ എന്ത് ചെയ്യാനാണ് ഡോക്ടർ, എനിക്ക് തിന്നാൻ പറ്റണ്ടേ, കഴിക്കാൻ പറ്റിയാലല്ലേ എന്തെങ്കിലും കഴിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കഴിഞ്ഞ് ഞാൻ നമ്മുടെ ഹെൽത്തി ഫിറ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ ഡോക്ടറെ അടുത്ത് നിന്ന് വാങ്ങിച്ച് ആ സമയത്ത് തന്നെ ഞാൻ 3 മാസത്തെ സ്കാനിങ്ങിൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആവശ്യപ്പെടുകയാണെങ്കിൽ നമുക്ക് ജെൻഡർ റിവീൽ നടത്താൻ പറ്റും, ഡോക്ടേഴ്സ് പറഞ്ഞു തരും. അപ്പം ഞാൻ എന്തായാലും നാട്ടിൽ വരികയാണ്, ആ ഒരു ഫെസിലിറ്റി അവിടെ മാത്രമേ ഉള്ളൂ.
എനിക്കും എല്ലാവർക്കും ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് നമ്മുടെ ജെൻഡർ നോക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ ജെൻഡർ നോക്കി ലാസ്റ്റിലെ നാട്ടിൽ വരാൻ പോകുന്നതിൻ്റെ സ്കാനിങ്ങിലാണ് ഞാൻ ഗേൾ ബേബി ആണെന്നൊക്കെ അറിയുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആണല്ലോ പേരൊക്കെ കണ്ടുപിടിക്കാനും ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ വേഗം കിട്ടാനൊക്കെ ഈസി ആയതുകൊണ്ടാണ് ഞാൻ ആ ഒരു ഓപ്ഷൻ നോക്കിയത്. അങ്ങനെ ഡോക്ടർ എനിക്ക് പറഞ്ഞു തന്നു അതൊക്കെ നമുക്ക് വേറെ സ്കാനിങ് ഡിപ്പാർട്ട്മെന്റിൽ തന്നെ പോയി ചെയ്യണം. അപ്പം അങ്ങനെ പറഞ്ഞു തന്നു. ഞാൻ ഭയങ്കര ഹാപ്പി, കാരണം എനിക്ക് പണ്ടേ ഉള്ള ആഗ്രഹമായിരുന്നു പെൺകുട്ടി വേണം എന്നുള്ളത്. നല്ല രസത്തിൽ ഒരുക്കി നടത്താനും ആ ഒരു ഇത് എനിക്ക് പെൺകുട്ടി വേണം തന്നെയായിരുന്നു പണ്ട് മുതലേ. പക്ഷേങ്കിൽ എൻ്റെ ഓവർ എക്സൈറ്റ്മെൻറ്റ്, എൻ്റെ ഓവർ ആക്രാന്തം കൊണ്ട് എനിക്ക് ബോയ് ബേബി ആയിരിക്കും എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഉറപ്പാ എൻ്റെ ഒരു ഇത് കൊണ്ട് തന്നെ എനിക്ക് എന്തായാലും ആൺകുട്ടി ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പെൺകുട്ടിയാണെന്ന് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. 2 ബേബി മോശമെന്നല്ല കേട്ടോ, പക്ഷേങ്കിൽ നമുക്കൊരു പേഴ്സണലി ഇഷ്ടം ഉണ്ടാവില്ല. അപ്പം എനിക്ക് പെൺകുട്ടികളോടാണ് എപ്പോഴും കൂടുതൽ താല്പര്യം. അങ്ങനെ അതാണെന്ന് അറിഞ്ഞപ്പോൾ അതിലും വലിയ സന്തോഷം, ഭയങ്കര സന്തോഷം. അങ്ങനെ അതൊക്കെ അറിഞ്ഞ് ഞാൻ ഒറ്റക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കാരന് ആ സമയത്ത് ലീവ് കാര്യങ്ങളൊന്നും അഡ്ജസ്റ്റ് ആവാത്തതുകൊണ്ടും പിന്നെ പ്രഗ്നൻസി ടൈമിൽ ഡെലിവറി ടൈമിൽ പിന്നെ വരാൻ പറ്റില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം കെട്ടും മുട്ടും വാണ്ടൊക്കെ എടുത്ത് നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് അടിപൊളിയായി സെറ്റായിട്ട് നാട്ടിലേക്ക് വരുമ്പോൾ ഭയങ്കര സന്തോഷം. എന്തെങ്കിലുമൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാലോ, ഫുഡൊക്കെ കഴിക്കാലോ എന്നുള്ളൊരു ഹാപ്പിയിൽ ഇങ്ങനെ പോയി. ഞാൻ അന്ന് കുറച്ച് ഡിലേ ആയിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. ഞാൻ കുറച്ച് അധികം സമയം ഞാൻ എന്താ പറയുക എയർപോർട്ടിൽ ഇരിക്കേണ്ടി വന്നു. പിന്നെ എയർ ഇന്ത്യയാണ് അറിയാലോ, ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. എയർ ഇന്ത്യ എക്സ്പ്രസ് ഭക്ഷണം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടാവില്ല. എനിക്ക് ആകെ കിട്ടിയത് നമ്മുടെ ഒരു ക്രൊസാൻഡ് ഞാൻ വാങ്ങിച്ച് ബാഗിൽ ഇട്ടിട്ടുണ്ടായിരുന്നതാണ്. ഞാൻ ഒരു 3-4 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഫ്ലൈറ്റ് ഡിലേ ആണ്, നമുക്കൊന്നും അവിടെ നിന്ന് പിന്നെ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല കഴിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ കുറച്ച് വാങ്ങി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരുന്നു ഞാൻ. പിന്നെ ഞാനവിടെ എന്താ പറയുക എയർപോർട്ടിലുള്ള കുട്ടിയൊക്കെ ആയിട്ട് ഭയങ്കര കമ്പനിയായി. അവിടുന്ന് എൻ്റെ കുട്ടീൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. അങ്ങനെ നമുക്ക് കുറേ ടൈം എടുത്തു ഫ്ലൈറ്റ് വരാനായിട്ട്. ആക്ച്വലി അതും നമ്മുടെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരുന്നു, കണ്ണൂർ ടു മാംഗ്ലൂർ പോകുന്ന ഫ്ലൈറ്റ് ആയിരുന്നു. അതുകൊണ്ട് അങ്ങനെ ഞാൻ വലിയൊരു എന്താ പറയുക എയർ ഇന്ത്യ യാത്രക്ക് ശേഷം ഞാൻ നാട്ടിൽ ലാൻഡ് ചെയ്തു. അപ്പം എനിക്ക് തോന്നുന്നു ഇത് ഞാൻ ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് പറയുമ്പോൾ കുറച്ചൊരു ലോങ് വീഡിയോ ആയിരിക്കും എന്ന്. അപ്പം ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും പറയാമെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പാർട്ട് 2 വീണ്ടും കാണാം. അപ്പോൾ ഇതായിരുന്നു പ്രഗ്നൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു കോലം എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് ഒരു 3 മന്ത്സ് വരെയുള്ള എൻ്റെ ഒരു കോലാണിത്. ഒന്നും ഉണ്ടായിരുന്നില്ല, വയറും ഉണ്ടായിരുന്നില്ല, തടിയും ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു കുഞ്ഞു വയറിങ്ങനെ പിടിച്ചാൽ മാത്രം കാണുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ 3.5 മാസത്തിൽ നാട്ടിൽ വന്നപ്പോൾ ഫസ്റ്റ് എടുത്ത ഫോട്ടോ ആണിത്.